സ്വാഗതം. അപ്പൊ ഗായ്സ് നമ്മളിന്ന് GTA 5 ആയിട്ടാണ് വന്നിക്കണത്. അപ്പൊ ഫ്രാങ്കിന്റെ കണ്ണൊക്കെ ഗായ്സ് ഉറക്കത്തുനിന്ന് നീച്ചിങ്ങാണ്ട് ഒക്കെ തയ്ക്കണം. അപ്പൊ ഗായ്സ് നമ്മൾ അന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാറ് ഫൈൻഡ് ചെയ്യാൻ പോവാന്നുള്ളതിന്റെ പാർട്ട് 2 ആണ്, അല്ലെങ്കിൽ 3 ആയിട്ട് ഞാൻ പറയാം. എന്താണ് നാളെ എന്ത് ചെയ്തിക്കണു, ഒരു വണ്ടി മോഷണം പോയി, നമ്മളെ സ്വന്തം ചാമ്പ്യൻ മോഷണം പോയിരുന്നു. അപ്പോൾ അത് കിട്ടി. ഇനിയിപ്പോ വേറെ വണ്ടി നമ്മൾ എന്ത് ചെയ്യണം, തപ്പാൻ പോവാണ്. അപ്പൊ ഫ്രാങ്കിന് സെറ്റ് അല്ലേ? സെറ്റാണ് ബ്രോ. നമുക്ക് പോവാ ഗൈസ്. നമുക്ക് ഡ്രസ്സ് മാറ്റാം. ഡ്രസ്സ് നമുക്ക് ഒരു രസമുള്ള ചൊറുക്കൊക്കെ വേണം. ഡ്രസ്സ് ഇത് മതിയില്ലേ ഗൈസ്? നമുക്ക് ഇത് മതി. ഇതാന്ന് കൂടുതൽ ലുക്കുള്ള ഗൈസ്. നമുക്ക് എന്നാ പോവാം. പാട്ടാണ്, മൊത്തം സെറ്റ് പാട്ടാണ്. നമുക്ക് വേഗം പോവാം ഗൈസ്. ഇന്ന് ഗായ്സ് നമ്മള് വണ്ടി എടുക്കാൻ പോണ ഒരു പ്രത്യേക രീതിയിലാണ് ഗായ്സ്. നമ്മൾ ഇന്നൊരു എയർപോർട്ടിലേക്ക് പോകുന്നിട്ട് അവിടെ നിന്നൊരു വിമാനം എടുക്കും. വിമാനം എടുത്തെങ്ങാണ്ട് പിന്നെ അങ്ങനെ പോവാനാണ് ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ എയർപോർട്ടിലേക്ക് കയറാൻ വൈക്കൂല. കാര്യം എന്താണ്, അവിടെ കയറിയ പോലീസ് പിടിച്ചു എന്ന് പറയണ്ടല്ലോ. അപ്പോൾ അതായത് നമ്മളെ വണ്ടി ഇതായിരിക്കണം. ഇപ്പോൾ ഗായ്സ് നിങ്ങൾ മേടിച്ചു, അയ്യോ എൻ്റെ വണ്ടി എവിടെയെന്ന് പറഞ്ഞാണ്ടേ പറയുന്നത്. പക്ഷെ പറയില്ല. ഞാൻ എൻ്റെ വണ്ടിയില്ലേ ഇവിടുന്ന് എടുത്തെങ്ങാണ്ട് ഞാൻ ഇത് കൊണ്ടുപോയിട്ടിരിക്കണു. ഇവിടെ ആകെ ഒരു വണ്ടിക്ക് ഇടാൻ പറ്റുള്ളൂ ഒന്നും. നാളെ അവർ എങ്ങനെയൊക്കെ ഒന്ന് മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കാറൊക്കെ അതാ സെറ്റ് ആയിക്കുന്നുണ്ട് ഇവിടെ. അപ്പം ഗായ്സ് നമുക്കൊന്ന് എയർപോർട്ടിലേക്ക് പോകണമെന്നുണ്ട്. പക്ഷെ പോയാലുള്ള കുഴപ്പം എന്താ അറിയോ, എന്തായാലും പോലീസും വാണ്ടർ സ്റ്റാറും എല്ലാം കൂടും. അപ്പം നമുക്ക് തലക്കാലം ഞാൻ അങ്ങനെ പോകണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ പോലീസിനെ പേടിച്ച് പോകണമെന്നുണ്ട്. എന്നാലും പോകണ്ടല്ലേ. എന്തായാലും നമുക്ക് എയർപോർട്ടിലേക്ക് പോകണ വേറെ മിഷീനായിട്ട് ഒരു വീടുണ്ട്. ഇന്ന് നമുക്ക് ഒരു പുതിയ ലൊക്കേഷൻ ഉണ്ട്, അങ്ങോട്ട് പോവാം. അത് എവിടെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗങ്ങളിട്ടാണ്. ഈ ഒരു ഭാഗത്താണ് ആ ലൊക്കേഷനിൽ. ഇവിടെ പേരും കാര്യങ്ങളും ഉണ്ടോയെന്ന് അറിയില്ല. എന്നാലും നമുക്കൊന്ന് തപ്പി വെക്കാം. ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, കുറേ ലോങ് ലൊക്കേഷൻസിലൊക്കെ ഈ വണ്ടി ഉണ്ടാകുമെന്ന്. അപ്പം നമുക്ക് അങ്ങനെ പോയേക്കാം. അതിലൊന്നും കൂടി നല്ലത്. ഡോറടക്ക ഫാങ്ക്ലി. അപ്പം എന്നാൽ ഗൈസ് നമുക്ക് പോകാൻ തുടങ്ങാം. ഈ പാട്ട് വേണമെങ്കിൽ ഒരു രസമുള്ള വെക്കാം. ഇത് രസം ഉണ്ടോണ്ട് ഗൈസ്. ഞാൻ കൂടുതൽ വെക്കുന്നത് നോൺ സ്റ്റോപ്പാണ്. എന്നാൽ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ വൈകുന്നേരം ആയിക്കോണം. അവിടെ എത്തുമ്പോഴേക്കിനും എന്തായാലും രാത്രിയാവും തോന്നുന്നു. അപ്പൊ ഗായ്സ് നമ്മളിതാ അവിടുന്ന് പകുതി എത്തിയിട്ടുള്ളൂ. പക്ഷെ ഞാൻ അവിടെ എന്തോ ഒരു സംഭവം കണ്ടു ഗായ്സ്. നിങ്ങൾക്കത് കാണുന്നുണ്ടോന്ന് അറിയില്ല. എന്നാലും ഇപ്പൊ അത് എന്താ കാര്യം, കാരണം എയർപോർട്ട് സംഭവം ഞാൻ ഇതാ ഈ നിക്കണ ഇവിടെയാണ്. ഇതിന്റെ നേരെ മുന്നിലാണ് ഈ ഒരു സ്ഥലം നിക്കണമെന്നു. പക്ഷെ എയർപോർട്ട് ഇവിടെ ഇത് ലൈക്ക് എയർപോർട്ടിന്റെ ലുക്കുണ്ട്. എന്തായാലും ഗായ്സ് നമുക്കൊന്ന് പോയോക്കാടെ. നമ്മൾ ലൊക്കേഷൻ ഉണ്ടല്ലോ, അങ്ങോട്ടൊന്ന് പോയോക്കട്ടെ തന്നെ. അപ്പൊ നമ്മൾ ഈ സ്ഥലത്തെത്തിക്കണു. നമ്മൾ ഈ സ്ഥലത്തെത്തിക്കുന്നത് സിറ്റിയാണ് എന്നൊക്കെ തോന്നുന്നു. ഇവിടെ ചെറിയ ചെറിയ വീടും കാര്യങ്ങളും. സൂപ്പർ സ്പോർട്സിന്റെ വണ്ടിയാളാ? അല്ല സാധാ വണ്ടിയല്ലേ. കാരണം ഇവിടെ കുറെ വണ്ടികളുണ്ടാവുന്ന അറിയാം. അതാണ് ഞാൻ മെല്ലെ മെല്ലെ നിർത്തിപ്പോണി. എന്നാലും ഗായ്സ് ഇവിടെ എത്തിയില്ല. ഞൊക്കെ തപ്പി വെക്കാം. അതിലടക്ക് ഗായ്സ് ഞാൻ മിലിറ്ററി ബേസ് കണ്ടു. ഞാൻ ചിലപ്പോൾ കട്ടാക്കിയിട്ടുണ്ടാവും അതിൽ വീഡിയോയിൽ കാണൂല ഞങ്ങൾക്ക്. ഇതെന്തായാലും ഗായ്സ് ഒരു മോട്ടലാണ്. മോട്ടൽ വണ്ടി ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലേ. ഇവിടെ വണ്ടിയൊന്നുമില്ല. എന്ത് ഈ വണ്ടി പറഞ്ഞു പുറത്തേക്ക് പോകുന്നുണ്ട്. എന്തായാലും ഗായ്സ് നമുക്ക് ഇവിടെ എത്തിയില്ല. എത്തിയ സ്ഥിതിക്ക് വണ്ടി ഉണ്ടോ നോക്കണം. കാരണം ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗം എന്ത് ചെയ്യണം, നമ്മൾ കവർ ചെയ്യണം.
ഒന്ന് കവർ ചെയ്യട്ടെ പെയിന്. ഇവിടെ കുറെ സ്ഥലമുണ്ട് എന്തായാലും. ആകട്ടെ, ഇവിടെ കുറെ സ്ഥലങ്ങളുണ്ട്. എന്തായാലും ആ ഒരു ഭാഗം നോക്കാം, അവിടെയാണ് ഉണ്ടാവുക ചിലപ്പോൾ. സ്ഥലം വണ്ടികളല്ലേ, അത് ട്രക്കിന്റെ അല്ലേ. ചെറിയ ചെറിയ അവിടെ വീടുണ്ടല്ലേ, വീടാണ്ട് ഇവിടെ ചെറുതാ. ഇതേതാ കാറ്? ഇതേതത് പൊട്ട കാറല്ലേ? എന്താ മറ്റേ കാറാണ് ഇത് പോരാ. എന്തായാലും ഗായ്സ് ഇവിടെ കുറെ വീടും കാര്യങ്ങളുണ്ട്. അവിടെ വണ്ടി നിർത്തിങ്ങാണ്ട് പോയി തപ്പട്ടെ, കാരണം ഈ ഒരു ഏരിയയാണ് വണ്ടികൾ ഉണ്ടാവേണ്ട സ്ഥലം. എന്തായാലും ഗൈസ് ഒന്ന് പോയോ കണ്ടേ. അതിൻ്റെ മുമ്പേ ഞാൻ ഈ ഒരു വണ്ടി നല്ലതാണോ പോയോ കട്ടെ. വണ്ടി നല്ലൊന്നും നോക്കണ്ട്. അത് സൂപ്പർ സ്പോർട്സ് വണ്ടിയാണെന്നോ നോക്കിയിട്ട് വരാം ഗൈസ്. ഞാൻ അത് നോക്കാനും വിചാരിച്ചിക്ക് പറ്റിയൊന്നുമില്ല, കാരണം ഇത് സൂപ്പർ സ്പോർട്സിൻ്റെ വണ്ടിയൊന്നുമല്ല. നമ്മൾ എപ്പോഴും നോക്കണ സൂപ്പർ സ്പോർട്സിൻ്റെ വണ്ടിയാണ്. അതാകുമ്പോൾ പിന്നെ നല്ല സ്പീഡ് ഉണ്ടാവുമല്ലോ. അതെന്താ ട്രക്കോ? എന്തായാലും ഗൈസ് ഈ ഒരു പെരക്കാരടുത്ത് നല്ല ബൈക്ക് ഉണ്ട്. പിന്നെ ബൈക്ക് കയറിക്കോട്ടെ. ഒരു ആളുണ്ടായിരുന്നു ഗൈസ്. ഒരു രസം ഉണ്ടായി. ഞാൻ ആ വണ്ടി ഒന്ന് ഓടിച്ച് പോയിങ്ങോട്ട് വരുമ്പോഴേക്കിനില്ലേ എൻ്റെ വണ്ടി അവിടെ ഉണ്ടായിരുന്നു, അത് പോയപ്പോഴേക്കിന് അതൊരു സങ്കടം. എന്തായാലും ഇപ്പോൾ ഈ ഒരു ബൈക്ക് കിട്ടിയില്ല. ആ ബൈക്ക് കിട്ടിയ സന്തോഷത്തിൽ നമുക്ക് മെല്ലെ ഇങ്ങനെ പോയേക്കാം. കാരണം ഇവിടെ മൊത്തം വീടിൻ്റെ ഏരിയ അല്ലേ, ഇവിടെ എന്തെങ്കിലും ഒരു വണ്ടി ഉണ്ടാവും ഉറപ്പാണ്. ഇവിടെ ഇന്ന് കുറേ വണ്ടികളുണ്ട്, ഒക്കെ പിക്കപ്പും കാര്യങ്ങളും. നമ്മൾ ഉദ്ദേശിച്ച വണ്ടി ഒരു പെരയിലും ഇല്ല ഗൈസ്. ഇവിടെ ഒന്നും ഒരു വണ്ടി ഇല്ല, എന്താ ആൾക്കാരെന്നറിയില്ല. എന്തായാലും ഗൈസ് ഞാൻ ഒരു ചെറിയ പണി ചെയ്തോക്കട്ടെ. ഞാനിവിടെ നിന്നുകളുടെ നടന്നിട്ട് പോട്ടെ, അതല്ലേ നല്ലത്. കാരണം ഞാൻ കുറേ വീടുകാർ നടന്നു പോയി നിങ്ങളുടെ വണ്ടിയാണ്. അപ്പോൾ ഞാനും നടന്നു പോയാലോ, നടന്നു പോയാൽ ചിലപ്പോൾ എനിക്ക് വണ്ടി ഉണ്ടാവും. ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്, എന്നാലും വണ്ടികൾ കാണാനില്ല. വണ്ടിൻ്റെ സങ്കടമുള്ളൂ, വണ്ടി കാണാനായിട്ടുള്ള സങ്കടം. ഗായ്സ് ഒന്ന് കുറേ ഓടിപ്പോയിട്ട് കാണാം. അപ്പൊ ഗായ്സ് ഞാൻ അവിടെ കുറെ നിരീക്ഷിച്ച് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു വണ്ടി ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാനില്ല വണ്ടി എവിടെയെന്ന്. ഒരു സങ്കടം ഇന്ന് സത്യം പറഞ്ഞു. ഞാനിപ്പോൾ അതാ ഈ വേസ്റ്റ് ബിന്നിൻ്റെ അവിടെ നിൽക്കണം. ഇനിയിപ്പോൾ അതാ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് പോയോ കണ്ട്. പിന്നെ ഇവിടെ എന്താ സാധനം കൊടുത്തുക്കണു, അതാണ് സങ്കടം. ഒരു വണ്ടി തപ്പാൻ വന്നിട്ട് നമുക്കൊരു വണ്ടി ഇട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു സങ്കടമല്ലേ ഗൈസ്. ഏതാ വണ്ടി പോലെ സെയിം വണ്ടി വരുതൊക്കെ നമുക്കാ ചെറിയ കൊണ്ടുവരേണ്ട വണ്ടി കിട്ടൂല. ഇവിടെയൊക്കെ കുറേ വീടും കാര്യങ്ങളുണ്ട്, എന്നാലും വണ്ടി വരെ തരൂലല്ലോ. ഇവിടെ ഒരു ഗാരേജ് ഉണ്ടെങ്കിൽ അവിടെയെങ്കിലും കുറ്റി പോയിട്ടുണ്ടെങ്കിലും വണ്ടി ഉണ്ടോ തപ്പിയത്, പക്ഷെ അതിനൊരു സൗകര്യമില്ല. എന്താ കാട്ടുക? നോക്കതേതാ വണ്ടി? സൂപ്പർ സ്പോർട്സിന്റെ വണ്ടി ഗൈസ്. ഓ മൈ ഗോഡ്, ഐ കനോട്ട് ബിലീവ് ദിസ്. അതൊക്കെ പോയി പഴയ കാട്ടെ ഗൈസ്. ഇങ്ങോട്ടൊക്കെ ഒരു വണ്ടി ഭയങ്കര സീൻ സെറ്റ് വണ്ടി ട്ടോ. ഇതേതാ വണ്ടി? ഞാൻ പേര് നോക്കിയല്ലേ ഗൈസ് പെട്ടെന്ന്. അവിടെ ഉള്ളോക്കട്ടെ. ഇൻ്റെ പോന്നെ അളിയ സീനട്ടോ. സ്പോർട്സ് അല്ല, സൂപ്പർ സ്പോർട്സിന്റെ വണ്ടിയാണ്. അവിടെ സൂപ്പർ എഴുതിയിരുന്നു. ഊതി ഏതാ? ടെർസോന്റെ ലുക്ക് ഉണ്ട് ഗൈസ്. നോക്കട്ടെ. സീര് ഗായ്, നമ്മളൊരു വണ്ടി പോയെങ്കിലും അടുത്ത കിട്ടിയ വണ്ടിയൊക്കെ ഗൈസ്. ഞാൻ എത്രയും പെരയിലൊക്കെ നോക്കി, എന്നിട്ടൊരു വണ്ടി ഇറക്കം കിട്ടിയത്. എന്നിട്ട് ഇപ്പൊ കിട്ടിയ വണ്ടിയൊക്കെ എൻ്റെ അള്ളിയ സീനില്ലേ. അങ്ങനെ നമ്മളെ പാർട്ട് 3 വണ്ടിയും കിട്ടിയിരിക്കുന്നു ഗൈസ്. എന്താ കാട്ടുക?
ഞാൻ എന്തായാലും നമുക്ക് ഇനി പോയോക്കട്ടെ. ഞാൻ പോയക്കൊണ്ടൊരു വീട് എന്തായാലും ഇവിടെ ഉണ്ട്. എനിക്കൊന്നും തൽക്കാലം കുറച്ച് ദൂരത്തിൽ പോകണ്ട. അപ്പം ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയി കണ്ട് ഇങ്ങനെ വരാം. അതൊന്നും കൂടി നല്ലത്. എന്നാലും ഗൈസ് കിട്ടിയ വണ്ടി ഏതാ നോക്ക്. സീനല്ലേ? എന്താണ് ഈ സൗണ്ടും കാര്യങ്ങളൊന്നും വിശ്വസിക്കാനായിരിക്കണില്ല. അത്രയും ആകട്ടെ. ഡ്രിഫ്റ്റ് വണ്ടിയാണ് ആകട്ടെ. കുറച്ചുകൂടി പോട്ടെ. ഓ സീന് അലാഗിന്റെ ഡ്രിഫ്റ്റാണ്. ഓ ഗൈസ് തട്ടി. എന്നാലും ഒരു പേടി. ഞാൻ ടർട്ടല അടിച്ചു കൊടുക്കും. സീന്. ഇന്നെന്തായാലും ഗൈസ് വേഗം പോവാ. കാരണം ഈ വണ്ടി കിട്ടിയതിന്റെ സന്തോഷത്തിന് ഗാരേജിൽ കൊണ്ടുവരുന്ന. അതാ മറന്നുട്ടീന്. ഗാരേജിലല്ലേ ഗൈസ് നമുക്ക് കൊണ്ടുവരുന്നത്. അപ്പം ഇങ്ങോട്ടാണ് പോണ്ടില്ലേ? ഇതിലിങ്ങനെ വഴി കാണിച്ചിട്ട് ഒട്ടുന്മാരും നമുക്ക് മുന്നിൽ കൂടി പോവാം. എന്തായാലും ഗൈസ് കിട്ടിയ വണ്ടി ഏതാ നോക്കാം. സെറ്റ് സാധനം. ടെർസോന്റെ ലുക്ക് ഉണ്ട്. പക്ഷെ ഇത് ഏതോ വേറെ കമ്പനീന്റെ വണ്ടിയാണ്. എന്താ സ്പീഡ് സീനില്ലേ? ഇനി ഗൈസ് കുറച്ചേരം ഓടിച്ചണ വിഷ്വൽ നിങ്ങൾക്ക് കാണാം. ഞാൻ വലിയ ഡിസ്റ്റർബ് ചെയ്ത് കണ്ട് വർത്താനോ പറയണില്ല. നിങ്ങൾ തന്നെ കണ്ടോണി മൊത്തം. When you feel it's hopeless, when you think that you've lost, oh, I will take your hand and we'll rise up from the dust. Oh, here we go, let us heal and grow. You won't be alone, we're unstoppable. Don't be afraid to show what we're going for. This is what we know. Here we come back to life, we're still breathing. Standing up, everybody's gonna see it. All you need to know is that we're holding on. Even if we fall, we will rise up and we follow the path that we believe in. No, we're not gonna stop until we reach it. All you need to know is that we're holding on. We rise up from the dust and clean my throat. Why we are on this track. Oh, we all have our burdens, yeah, but we just keep on fighting and we never look back. Here we go, let us heal and grow. You won't be alone, we're unstoppable. Don't be afraid to show what we're going for. This is what we know. Here we come back to life, we're still breathing. Standing up, everybody's gonna see it. അങ്ങനെ ഗൈസ് ഇതായി നമ്മളിതാ സിറ്റിയിലെത്തിക്കണു നമ്മളെ വണ്ടിയും കൊണ്ട്. നമ്മളെ സ്ട്രീറ്റിൽ തന്നെയാണ്. എന്താ പറയുക, ഒരു സ്ട്രീറ്റ് ഉണ്ടല്ലോ, ഗേറ്റ് സ്ട്രീറ്റോ എന്തോ സ്ഥലമില്ല. ആ ഒരു സ്ഥലത്തേക്ക് ഗാങ് സ്ട്രീറ്റ് തന്നെ ഞാൻ പറയാം. അങ്ങോട്ടാണ് ശത്രുക്കളെ നാട്ടിൽ തന്നെ പോയി കണ്ട് അവിടെ വണ്ടി ഇടാനാണ് ഗാരേജ്. അവിടെയാണ് ഞാൻ ഗാരേജ് വണ്ടി എടുത്തിരിക്കുന്നത്. എന്താണ് അപ്പം എന്തായാലും സൂപ്പർ സ്പോർട്സിൻ്റെ വണ്ടിയും കൊണ്ട് എല്ലാവരും ബഹുമാനിക്കുന്നുണ്ട് എന്തായാലും. പക്ഷെ ഞാൻ ബഹുമാനിക്കുന്ന പറഞ്ഞാൽ മാറിത്തരില്ല എന്തായാലും. ഞാൻ മാറി കൊടുക്കേണ്ടിയിരുന്നു തോന്നുന്നു. നല്ല സുഖമാണ് ഇതും കൊണ്ട് ഓടിച്ചാൽ. കാരണം ഇതൊക്കെ നല്ല ഡ്രിഫ്റ്റ് വണ്ടിയാണ്, സീനുമാണ്. രാത്രി മോഷ്ടിക്കാൻ പോയത് കറക്റ്റ് ടൈം തന്നെയാണ്. അത് പിന്നെ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഇതാ ഗായ്സ് നമ്മളിതാ നമ്മളെ വണ്ടിയും കൊണ്ട് നമ്മളെ സ്ഥലത്തേക്ക് എത്തിക്കുന്നു. ആരെ വണ്ടിയാണ് അത് കിടക്കണ്? ഇതാ ലുക്കോക്ക് ഒരു സ്ക്രാച്ചും ഇല്ല, കാരണം ടർട്ടർ അടിച്ചെടുത്താൽ അതില്ല. എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാം. എന്നാലും കാഴ്ച ഞാൻ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. എന്താ ഇപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ ഒന്നുകൂടി പെട്ടെന്ന് നോക്കട്ടെ. ഇതിൻ്റെ പേര് ഡെവേഴ്സിറ്റി ഇറങ്ങാണ്ടായി. ഡെവേഴ്സിറ്റി 8 ഇറങ്ങാണ്ടുള്ള വണ്ടിയാണ് ഗൈസ്. സൂപ്പർ സ്പോർട്സിൻ്റെ വണ്ടിയാണ്. അങ്ങനെ ഇതാ നമ്മൾ ഗാരേജിക്ക് കയറിയിരിക്കുന്നു. അപ്പോൾ അതെ ഗൈസ് നമ്മൾ അടുത്ത വണ്ടി, മറ്റേ വണ്ടി ഞാൻ ഗാരേജിക്ക് ഇട്ടുകയെന്ന് പറഞ്ഞാൽ നമ്മളെ അത് മാപ്പിൽ കാണൂല. നമ്മൾ മറ്റേ പറയുക വേറൊരു ഉണ്ടല്ലോ, ഒരു ഗാരേജ് ഉണ്ട്, അതിൻ്റെ പേരെന്താ അറിയില്ല. ഞാൻ ആ ഒരു ഗാരേജ് കൊണ്ടുപോയി കണ്ടിട്ടുകയാണ്, ഇവിടെ കാണൂല. അപ്പോൾ എത്ര ഉള്ള വീഡിയോ നമ്മളൊരു 3-ാം ഭാഗമാണ് ഇപ്പോൾ കഴിഞ്ഞത്. അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
പിന്നെ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇനി ഇതിൻ്റെ 4ാം ഭാഗം നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായാലും വരുന്ന കാര്യം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ ബായ്. ഫ്രണ്ട് കുത്തൊടുക്ക്. ബൈ.